നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കടൽപ്പായലിനെക്കുറിച്ചാണ്. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് കടൽ തീരത്തടിയുന്ന അത്ര പ്രാധാന്യമില്ലാത്ത ഒന്നായിട്ടൊക്കെ നമുക്ക് തോന്നാം. ശരിയാണ്. പക്ഷേ നിങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ വായിച്ചപ്പോഴുണ്ടല്ലോ, എനിക്ക് മനസ്സിലായത് നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൽ, എന്തിന് നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ഭാവിയിൽ വരെ ഇതിന് വലിയൊരു പങ്കുണ്ടെന്നാണ്. തീർച്ചയായും. ഇതിനെ കടലിലെ വനങ്ങൾ എന്ന് വിളിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പരിശോധിക്കാം. അപ്പം നിങ്ങൾ തന്ന സോഴ്സുകളിൽ ഒരു പ്രധാനപ്പെട്ട സംശയം വെച്ച് തന്നെ തുടങ്ങാം, അല്ലേ? കടൽപ്പായൽ ഒരു ചെടിയാണോ? അല്ല. അവിടെയാണ് ഏറ്റവും സാധാരണമായ ഒരു തെറ്റിദ്ധാരണ. കടൽപ്പായൽ ഒരു ചെടിയേയല്ല. ഓക്കെ. അതൊരു തരം ആൽഗയാണ്. കുറച്ചുകൂടി ശാസ്ത്രീയമായി പറഞ്ഞാൽ മറൈൻ മാക്രോ ആൽഗെ. കരയിലെ ചെടികളെ പോലെ. അതിന് വേരുകളില്ല, തണ്ടുകളില്ല, ഇലകളുമില്ല. ഇതൊരു പുരാതന ജീവരൂപമാണ്. അവ പൂക്കുന്നില്ല, വിത്തുകളൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു മിനിറ്റ്. അപ്പോ വേരുകളില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ഈ പാറകളിലും കടലിന്റെ അടിത്തട്ടിലുമൊക്കെ ഇത്ര ബലമായിട്ട് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത്? ഒരു വലിയ തിരയൊക്കെ വന്നാൽ ഇത് ഒഴുക്കിനൊപ്പം അങ്ങ് പോകേണ്ടതല്ലേ? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അവിടെയാണ് അതിന്റെ ഘടനയുടെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ഹോൾഡ് ഫാസ്റ്റ് എന്നൊരു ഭാഗമുണ്ട്. ഹോൾഡ് ഫാസ്റ്റ്? അതെ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അതിന്റെ ജോലി ഒന്നു മാത്രം: പറ്റിപ്പിടിക്കുക. ഒരു കപ്പലിന്റെ നങ്കൂരം പോലെ. പക്ഷെ കരയിലെ ചെടികളുടെ വേരുകളുണ്ടല്ലോ, അത് മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളുമൊക്കെ വലിച്ചെടുക്കില്ലേ? ആ ഒരു ജോലി ഈ ഹോൾഡ് ഫാസ്റ്റിനില്ല. അത് വെറും ഒരു പിടിവള്ളി, അത്രയുള്ളൂ. ഈ കടൽപ്പായലിന്റെ ഇലകൾ പോലെ നമുക്ക് തോന്നുന്ന ഒരു ഭാഗമില്ലേ? ഉണ്ട്. അതിനെ ബ്ലേഡ് എന്നാണ് പറയുക. സൂര്യപ്രകാശം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അവിടെയാണ്. ഈ ബ്ലേഡുകളും മറ്റു ഭാഗങ്ങളുമൊക്കെ ചേർന്ന അതിന്റെ ആ പൂർണ്ണ ശരീരത്തെ നമ്മൾ താലസ് എന്നും പറയും. താലസ്? അതെ. ഈ ശരീരം മുഴുവനും ഒരു സ്പോഞ്ച് പോലെ വെള്ളത്തിലുള്ള പോഷകങ്ങളെ നേരിട്ടങ്ങ് വലിച്ചെടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഹോൾഡ് ഫാസ്റ്റ് പിടിക്കാൻ വേണ്ടി മാത്രം ബ്ലേഡ് ഭക്ഷണം പാകം ചെയ്യാൻ ഇതിന് ഞരമ്പുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു സംശയം, നമ്മൾ ഈ കടൽപ്പുല്ല് എന്ന് കേട്ടിട്ടില്ലേ? സീഗ്രാസ്. കാഴ്ചയിൽ ഇതുമായി നല്ല സാമ്യമുണ്ടല്ലോ. ഉണ്ട്, നല്ല സാമ്യമുണ്ട്. നിങ്ങൾ തന്ന സോഴ്സുകളിലും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എടുത്തു പറയുന്നുണ്ട്. കാഴ്ചയിൽ ഈ സാമ്യം ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. പക്ഷെ ബയോളജിക്കലായിട്ട് നോക്കിയാൽ അവ തമ്മിൽ എന്താ പറയാ, ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കടൽപ്പായൽ പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡത്തിൽ വരും, പക്ഷെ കടൽപ്പുല്ല് പ്ലാന്റ് എന്ന കിങ്ഡത്തിലാണ്. അതായത് നമ്മുടെ വാഴയും മാവും ഒക്കെ ഉൾപ്പെടുന്ന ചെടികളുടെ ലോകത്ത്. അപ്പോൾ കടൽപ്പുല്ല് ശരിക്കും ഒരു ചെടിയാണ്. കരയിലെ ഒരു പുൽച്ചെടി കടലിൽ വളരുന്നത് പോലെയാണോ അത്? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവം. അതിന്റെ പരിണാമം അങ്ങനെയാണ് സംഭവിച്ചത്. കരയിൽ ജീവിച്ചിരുന്ന ചെടികൾ വീണ്ടും കടലിലേക്ക് തിരികെ പോയി അവിടുത്തെ ജീവിതവുമായി പൊരുത്തപ്പെട്ടവയാണ് ഈ കടൽപ്പുല്ലുകൾ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കരയിലെ ചെടികളെ പോലെ യഥാർത്ഥ വേരുകളുണ്ട്, പോഷകങ്ങൾ വലിച്ചെടുക്കാൻ, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളവും ഭക്ഷണവും എത്തിക്കാൻ വാസ്കുലർ സിസ്റ്റം, അതായത് ഞരമ്പുകളുണ്ട്. അവ പൂക്കും, കായ്ക്കും, വിത്തുകളുമുണ്ടാക്കും. പക്ഷേ കടൽപ്പായൽ അങ്ങനെയല്ല. അത് തികച്ചും വ്യത്യസ്തമായൊരു പരിണാമ വഴിയിലൂടെ വന്ന, കടലിൽ തന്നെ രൂപം കൊണ്ട ഒരു ജീവിയാണ്. ഈയൊരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന് ഒരു യഥാർത്ഥ ചെടിയും മറ്റേത് തികച്ചും വേറിട്ടൊരു ജീവിയും. ഈ നിറങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം വന്നത്. പച്ച, തവിട്ട്, ചുവപ്പ്, ഇങ്ങനെ പല നിറത്തിലുള്ള കടൽപ്പായലുകളുണ്ടല്ലോ. ഇത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പ്രകൃതി കൊടുത്തതാണോ, അതോ ഇതിന് പിന്നിൽ അതിജീവനത്തിന്റെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? രഹസ്യങ്ങളുണ്ട്. അതിജീവനത്തിന്റെ വലിയ രഹസ്യങ്ങൾ തന്നെയുണ്ട്. ആ നിറങ്ങളുണ്ടല്ലോ, അത് വെറും ഭംഗിയല്ല, അതൊരു സൂചനയാണ്. എന്തിന്റെ സൂചന? അവയിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകളെക്കുറിച്ചും പിന്നെ അവയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന കടലിന്റെ ആഴത്തെക്കുറിച്ചുമുള്ള ഒരു സൂചന. പ്രധാനമായും ഈ 3 നിറങ്ങളിലാണ് നമ്മൾ അവയെ തരംതിരിക്കുന്നത്. അപ്പൊ നമുക്ക് പച്ചയിൽ നിന്ന് തുടങ്ങിയാലോ? അതാണല്ലോ നമുക്ക് ഏറ്റവും പരിചിതമായൊരു നിറം. തീർച്ചയായും. പച്ച ആൽഗകൾ, അതായത് ഗ്രീൻ ആൽഗെ. കരയിലെ ചെടികളുമായി ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് ഇവർക്കാണ്. കാരണം ഇവയിൽ ക്ലോറോഫിൽ എന്ന ഹരിതകം ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടത്താൻ ഇവയ്ക്ക് ധാരാളം സൂര്യപ്രകാശം വേണം. സ്വാഭാവികമായും
കടലിൽ സൂര്യപ്രകാശം ഏറ്റവും നന്നായി കിട്ടുന്ന ആഴം കുറഞ്ഞ ഭാഗങ്ങളിലായിരിക്കും ഇവയെ കൂടുതലായി കാണുക. നമ്മൾ സാധാരണയായി കാണാൻ സാധ്യതയുള്ളൊരു ഉദാഹരണം പറയാൻ പറ്റുമോ? തീർച്ചയായും. അൾവ അല്ലെങ്കിൽ സീ ലെറ്റ്യൂസ് എന്ന് വിളിക്കുന്ന ഒന്നുണ്ട്. നമ്മുടെ ലെറ്റ്യൂസ് ഇലകൾ പോലെ ഇരിക്കും കാണാൻ, അതുകൊണ്ടാണ് ആ പേര് വന്നത്. പല രാജ്യങ്ങളിലും ഇത് സാലഡുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആഴം കുറഞ്ഞ ഇടങ്ങളിൽ പച്ച ആൽഗ. ഇനി നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയാലോ? അവിടെ എന്ത് നിറമാണ് നമ്മളെ കാത്തിരിക്കുന്നത്? അവിടെയാണ് തവിട്ട് നിറമുള്ള ആൽഗയുടെ, അതായത് ബ്രൗൺ ആൽഗയുടെ സാമ്രാജ്യം. ഇവരാണ് കടൽപ്പായലുകളിലെ ഭീമന്മാർ. ലോകത്തിലെ ഏറ്റവും വലിയ ആൽഗകളൊക്കെ ഈ വിഭാഗത്തിലാണ് വരുന്നത്. ശരിക്കും? അതെ. ഫ്യൂക്കോസാന്തിൻ എന്നൊരു പ്രത്യേക പിഗ്മെന്റാണ് ഇവയ്ക്ക് ആ ഒരു തവിട്ട് കലർന്ന സ്വർണ്ണ നിറം നൽകുന്നത്. ഈ പിഗ്മെന്റ് പച്ച നിറത്തിലുള്ള ക്ലോറോഫിലിനെ മറികടന്ന് നിൽക്കും. അതുകൊണ്ടാണ് ആ നിറം. ഭീമന്മാർ എന്ന് പറയുമ്പോൾ ഏകദേശം എത്രത്തോളം വലിപ്പം വരും? ഈ കെൽപ്പ് വനങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, ഡോക്യുമെന്ററികളിലൊക്കെ കണ്ടിട്ടുണ്ട്. കടലിനടിയിൽ 100-200 അടി ഉയരത്തിൽ വളർന്ന് ഇടതൂർന്ന വനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന ഭീമൻ കടൽപ്പായലുകളാണ് ഈ കെൽപ്പ്. അവ ഈ തവിട്ട് നിറമുള്ള ആൽഗ വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരയിൽ കാണുന്ന പോലത്തെ ഒരു കാട് തന്നെ കടലിനടിയിലുണ്ടെന്നാണോ? മീനുകളും മറ്റ് ജീവികളും ഇതിനിടയിൽ താമസിക്കുന്നുണ്ടാകുമോ, നമ്മുടെ കാട്ടിലെ മൃഗങ്ങളെ പോലെ? തീർച്ചയായും. അതൊരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥയാണ്. ആയിരക്കണക്കിന് കടൽ ജീവികൾക്ക് ഭക്ഷണവും അഭയവും നൽകുന്ന ഇടങ്ങളാണ് ഈ കെൽപ്പ് വനങ്ങൾ. പിന്നെ സാമ്പത്തികമായി വളരെ പ്രാധാന്യമുള്ള ആൽജിനേറ്റ് എന്നൊരു പദാർത്ഥമുണ്ട്. അതിന്റെ പ്രധാന ഉറവിടവും ഈ തവിട്ട് നിറമുള്ള ആൽഗകളാണ്. കടലിനടിയിലെ വനങ്ങൾ, അത് ഗംഭീരമായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ വിഭാഗം, ചുവന്ന ആൽഗ. ഏറ്റവും ആഴത്തിൽ കാണുന്നത് ഇവയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത്രയും ആഴത്തിൽ സൂര്യപ്രകാശം എത്തുമോ? വളരെ കുറഞ്ഞ അളവിലേ എത്തൂ. അവിടെയാണ് ചുവന്ന ആൽഗയുടെ ഒരു കഴിവ്. ഈ സൂര്യപ്രകാശമുണ്ടല്ലോ, അതിലെ എല്ലാ നിറങ്ങളും ഒരുപോലെയല്ല വെള്ളത്തിലൂടെ താഴോട്ട് പോകുന്നത്. അല്ലേ? നീല വെളിച്ചത്തിനാണ് വെള്ളത്തിൽ ഏറ്റവും ആഴത്തിലേക്ക് എത്താൻ കഴിയുക. ചുവന്ന ആൽഗയിലുള്ള ഫൈക്കോബിലിൻസ് എന്ന പിഗ്മെന്റുകൾക്ക് ഈ നേർത്ത നീല വെളിച്ചത്തെ വളരെ കാര്യക്ഷമമായി പിടിച്ചെടുത്ത് ഊർജ്ജമാക്കാൻ കഴിയും. അതാണല്ലേ കാര്യം. അതെ. അതുകൊണ്ട് മറ്റാൽഗകൾക്ക് അതിജീവിക്കാൻ കഴിയാത്ത ആഴങ്ങളിൽ, ഏതാണ്ടൊരു 250 മീറ്റർ വരെ താഴ്ചയിൽ ഇവ സമൃദ്ധമായി വളരും. ഇനിയാണ് ശരിക്കുള്ള കളി. അപ്പോൾ ഓരോ നിറവും അവയുടെ ആവാസ വ്യവസ്ഥയോടുള്ളൊരു തരം പൊരുത്തപ്പെടലാണ്. സൂര്യപ്രകാശം നന്നായി കിട്ടുന്നിടത്ത് പച്ച, ഇടത്തരം ആഴത്തിൽ തവിട്ട്, വെളിച്ചം വളരെ കുറഞ്ഞ ആഴക്കടലിൽ ചുവപ്പ്. അതെ. ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ഇൻഡസ്ട്രികളിൽ പലതും ആശ്രയിക്കുന്നത് ഈ ആഴക്കടലിലെ ചുവന്ന ആൽഗകളെയാണ്. നിങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നില്ലേ? അതിന് കാരണം ഒരുപക്ഷെ ഈ ചുവന്ന ആൽഗയിൽ നിന്നെടുക്കുന്ന കരഗീനൻ എന്നൊരു വസ്തുവായിരിക്കും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആഴക്കടലിലെ ഈ ചുവന്ന ആൽഗകൾ നമ്മുടെ തീന്മേശയിൽ വരെ എത്തുന്നുണ്ട്, നമ്മളാരും അറിയാതെ തന്നെ. ഗ്രാസിലേരിയ പോലുള്ള ചുവന്ന ആൽഗകളിൽ നിന്നാണ് അഗർ, കരഗീനൻ പോലുള്ള വാണിജ്യപരമായി വളരെ വിലപ്പെട്ട വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അഗർ, കരഗീനൻ, ആൽജിനേറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതിനെയാണ് നിങ്ങൾ തന്ന സോഴ്സുകളിൽ ഹൈഡ്രോകോളോയിഡുകൾ എന്ന് പറയുന്നത്, ശരിയല്ലേ? എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഇതെങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്നത്? ഹൈഡ്രോകൊളോയിഡുകൾ പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ ശാസ്ത്രീയ നാമമാണ് എന്നൊക്കെ തോന്നും. പക്ഷേ സംഗതി വളരെ ലളിതമാണ്. ഹൈഡ്രോ എന്നാൽ വെള്ളം, കൊളോയിഡ് എന്നാൽ ഒരു ജെൽ രൂപത്തിലാക്കുന്നത്. ഓക്കെ. വെള്ളത്തെ പിടിച്ചു നിർത്തി ഒരു ജെൽ രൂപത്തിലാക്കാനോ ഒരു ദ്രാവകത്തിന് കട്ടി നൽകാനോ കഴിവുള്ള പദാർത്ഥങ്ങളാണിവ. കടൽപ്പായലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ പദാർത്ഥങ്ങൾക്ക് അതിനുള്ള കഴിവ് അപാരമാണ്. ശരി. അപ്പോൾ ഇത് ഐസ്ക്രീമിൽ ചേർക്കുന്നത് എന്തിനാണ്? അതിന് കട്ടി നൽകാനാണോ? കട്ടി നൽകാൻ മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല ഇനം ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് കഴിക്കുമ്പോൾ അതിൽ ഐസിന്റെ ചെറിയ കട്ടകൾ കാണില്ല, നല്ല മിനുസമുള്ളതായിരിക്കും. ശരിയാണ്. ഐസ്ക്രീം തണുപ്പിക്കുമ്പോൾ വെള്ളം ഐസ് ക്രിസ്റ്റലുകളായി മാറുന്നത് തടയുന്നതും പാലും ക്രീമും എണ്ണയുമൊന്നും വേർപിരിഞ്ഞു പോകാതെ അതിനെ സ്ഥിരമായി നിലനിർത്തുന്നതും, അതായത് സ്റ്റെബിലൈസ് ചെയ്യുന്നതും ഈ കരഗീനൻ പോലുള്ള ഹൈഡ്രോകൊളോയിഡുകളാണ്. അവിശ്വസനീയം. അപ്പോൾ എന്റെ ടൂത്ത്പേസ്റ്റിലും ഇത് തന്നെയാണോ സംഗതി? അതെ.
ടൂത്ത്പേസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇരിക്കുന്നതും ബ്രഷിൽ നിന്ന് ഒലിച്ചു പോകാത്തതും അതിൽ ചേർത്തിരിക്കുന്ന ആൽജിനേറ്റ് അല്ലെങ്കിൽ കറഗീനൻ കാരണമാണ്. മൈ ഗാഡ്. ജാം, ജെല്ലി, ബിയർ, ചില മരുന്നുകളുടെ ക്യാപ്സ്യൂളുകൾ, എന്തിന് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളിൽ വരെ ഇവയുണ്ട്. ഒരു ഉൽപ്പന്നത്തിന് അതിന്റെ തനതായ രൂപവും ഘടനയും നൽകുന്ന ഒരു അദൃശ്യനായ സഹായിയാണ് കടൽപ്പായലിൽ നിന്നുള്ള ഈ ഹൈഡ്രോക്ലോയിഡുകൾ. അപ്പോ ഭക്ഷണം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇനി പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും മേഖലയുണ്ടോ ഇതിന്? ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒന്ന്, കൃഷി. കരയിലെ കൃഷിക്കും കടൽപ്പായൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതെങ്ങനെയാണ്? കടലിലെ പായൽ കരയിലെ കൃഷിയെ സഹായിക്കുന്നതെങ്ങനെ? പ്രധാനമായും 2 തരത്തിൽ. ഒന്ന്, ജൈവവളമായിട്ട്, അതായത് ബയോ ഫർട്ടിലൈസർ. കടൽപ്പായലിൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരുപാട് ധാതുക്കളും മൂലകങ്ങളുമുണ്ട്. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും. രണ്ടാമത്തത് ഒരു ബയോസ്റ്റിമുലന്റായിട്ടാണ്. ഇത് കുറച്ചുകൂടി സങ്കീർണമാണ്. ഇത് ചെടികൾക്ക് നേരിട്ട് പോഷകം നൽകുകയല്ല ചെയ്യുന്നത്, മറിച്ച് ചെടിയുടെ സ്വാഭാവികമായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവിനെ ഉത്തേജിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വരൾച്ച, അമിതമായ ചൂട് പോലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇത് ചെടികളെ സഹായിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ ഇത് വലിയൊരു സാധ്യതയാണ് തുറന്നു തരുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റ്, കഴിക്കുന്ന ഐസ്ക്രീം, നമ്മുടെ കൃഷിയിടങ്ങൾ, എല്ലായിടത്തും കടൽപ്പായലിന്റെ ഒരു സ്വാധീനമുണ്ട്. ഇത്രയധികം ഉപയോഗങ്ങളുള്ള ഒരു വിഭവമാകുമ്പോൾ അതിന്റെ സംരക്ഷണവും വിളവെടുപ്പും വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണല്ലോ. ഇന്ത്യയിൽ ഇതിന്റെ നിയമപരമായ ഒരു അവസ്ഥ എന്താണ്? ആർക്കു വേണമെങ്കിലും കടലിൽ പോയി ഇത് ശേഖരിക്കാൻ പറ്റുമോ? സുകളിൽ പറയുന്നതുപോലെ ഇന്ത്യയിൽ ഇതിന് 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് കർശനമായ നിയന്ത്രണവും, മറുവശത്ത് വലിയ പ്രോത്സാഹനവും. അതൊരു വിരോധാഭാസം പോലെ തോന്നുന്നുണ്ടല്ലോ, നിയന്ത്രണവും പ്രോത്സാഹനവും ഒരുമിച്ച്. അതെ, നിയന്ത്രണം വരുന്നത് സ്വാഭാവികമായി വളരുന്ന കടൽപ്പായൽ ശേഖരിക്കുന്നതിനാണ്, അതായത് വൈൽഡ് കളക്ഷൻ. ഗൾഫ് ഓഫ് മാന്നാർ പോലുള്ള മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയകൾ, അതായത് സംരക്ഷിത സമുദ്രമേഖലകളിൽ നിന്ന് കടൽപ്പായൽ ശേഖരിക്കുന്നതിന് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരം കർശനമായ വിലക്കുണ്ട്. കാരണം അനിയന്ത്രിതമായ വിളവെടുപ്പ് അവിടത്തെ പവിഴപ്പുറ്റുകളെയും മറ്റു കടൽജീവികളെയും ആശ്രയിച്ചു കഴിയുന്ന ആ ആവാസ വ്യവസ്ഥയെ ഒന്നടങ്കം തകർക്കും. അത് ന്യായമാണ്, പ്രകൃതിയിലുള്ളതിനെ സംരക്ഷിക്കണമല്ലോ. അപ്പോൾ പിന്നെ പ്രോത്സാഹനം എവിടെയാണ് വരുന്നത്? അവിടെയാണ് കൃഷിയുടെ, അതായത് മാരികൾച്ചറിന്റെ പ്രസക്തി. ഇന്ത്യൻ സർക്കാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പോലുള്ള പദ്ധതികളിലൂടെ കടൽപ്പായൽ കൃഷി വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് കടലിൽ നിന്ന് വാരിക്കൊണ്ടുവരുന്നതിനു പകരം കടലിൽ തന്നെ ഇത് ശാസ്ത്രീയമായി കൃഷി ചെയ്തെടുക്കുന്ന രീതി. മുളയുടെ ചങ്ങാടങ്ങളൊക്കെ കെട്ടി അതിൽ കടൽപ്പായലിന്റെ വിത്തുകൾ പിടിപ്പിച്ച് കടലിൽ താഴ്ത്തിയിടും. ഒരു 45 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പാകമാകും. ഇത് തീരദേശത്തെ ജനങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? ഇതൊരു വലിയ സാമൂഹിക മാറ്റത്തിനാണ് വഴി തുറക്കുന്നത്. പരമ്പരാഗതമായി മത്സ്യബന്ധനത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന തീരദേശ സമൂഹങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഇതൊരു സുസ്ഥിരമായ അധിക വരുമാന മാർഗമായി മാറുകയാണ്. കാലാവസ്ഥ വ്യതിയാനം കാരണം മത്സ്യബന്ധനം മാത്രം ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഇതൊരു വലിയ സഹായമാകും, അല്ലേ? തീർച്ചയായും. അതൊരു വലിയ സാമ്പത്തിക സുരക്ഷയാണ് അവർക്ക് നൽകുന്നത്. നിങ്ങളുടെ രേഖകളിലെ ആ ചിത്രം തന്നെ നോക്കൂ. തമിഴ്നാട്ടിലെ തീരദേശ ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ കൂട്ടായ്മകൾ ഈ രംഗത്ത് വലിയ വിജയമാണ് കൈവരിക്കുന്നത്. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? സംരക്ഷണവും സുസ്ഥിരമായ ഉപയോഗവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണിത്. പ്രകൃതിയിലുള്ളതിനെ നശിപ്പിക്കാതെ ആവശ്യമുള്ളത് കൃഷി ചെയ്തുണ്ടാക്കുക. അതുവഴി പരിസ്ഥിതിയെയും മനുഷ്യനെയും ഒരുപോലെ ശാക്തീകരിക്കുന്നു. അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. സംരക്ഷണവും സാമ്പത്തിക വളർച്ചയും ഒരുമിപ്പിക്കുക എന്ന ബ്ലൂ ഇക്കോണമിയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി. കടൽപ്പായൽ കേവലം കടലിലെ ഒരു പാഴ്വസ്തുവല്ല, അതൊരു ചെടിയുമല്ല, മറിച്ച് നിറങ്ങളിലും രൂപങ്ങളിലും ഉപയോഗങ്ങളിലും അതിശയിപ്പിക്കുന്ന വൈവിധ്യമുള്ള, സാമ്പത്തികമായി വലിയ പ്രാധാന്യമുള്ള ഒരു ആൽഗയാണ്. അതെ. ഐസ്ക്രീമിന് മിനുസം നൽകുന്നതു മുതൽ കൃഷിയിടങ്ങൾക്ക് കരുത്തേകുന്നതുവരെ അതിന്റെ സ്വാധീനം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്. തീർച്ചയായും. നിങ്ങൾ നൽകിയ വിവരങ്ങളിലെ ആ അവസാനത്തെ വാചകം ഈ ചർച്ചയുടെ ഒരു സംഗ്രഹം തന്നെയാണ്.
കടൽപ്പായൽ കൃഷി കാർബൺ പിടിച്ചെടുക്കുന്നു, വെള്ളം ശുദ്ധീകരിക്കുന്നു, ലോകത്തെ പോഷിപ്പിക്കുന്നു. ഇത് ബ്ലൂ ഇക്കോണമിയുടെ ഭാവിയാണ്. ഇതിലെല്ലാമുണ്ട്. അതിന്റെ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രാധാന്യം മുഴുവൻ ആ ഒരു വാചകത്തിൽ ഒതുക്കിയിരിക്കുന്നു. തീർച്ചയായും ആ വാചകം ഒരുപാട് ചിന്തകൾക്ക് വഴി തുറക്കുന്നുണ്ട്. നമ്മൾ കടൽപ്പായലിന്റെ വിവിധ ഉപയോഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ അന്തരീക്ഷത്തിലെ അധിക കാർബണിനെ വലിച്ചെടുത്ത് ഒരു കാർബൺ സിങ്കായി പ്രവർത്തിക്കാനും സമുദ്രത്തിലെ മലിനീകരണം കുറയ്ക്കാനും ഇതിനെത്രത്തോളം കഴിവുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ഗ്രഹത്തിന്റെ പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കടലിലെ ഈ നിശബ്ദ വനങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം.